പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടപ്പാൾ. പലിശരഹിത വായ്പയിലൂടെ പുതിയ വിപ്ലവം സൃഷ്ടിച്ച മാറഞ്ചേരി തണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിന് വ്യാഴാഴ്ച ചന്തയോടെയാണ് തുടക്കം കുറിക്കുക. സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ടപ്പെരുമ എന്ന തലക്കെട്ടിൽ ഇൻഫാക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗമം ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന തണൽ ഫെസ്റ്റ് 2023 വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് തണൽ നാട്ടുചന്തയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫെസ്റ്റിന് തുടക്കം കുറിക്കും. സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ടപ്പെരുമ എന്ന തലക്കെട്ടിൽ ഇൻഫാക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗമം ദശവാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള തണൽ ഫെസ്റ്റ് 2023 വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. വ്യത്യസ്തമായ പരിപാടികളോടുകൂടിയാണ് ഇപ്രാവശ്യം തണൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെസ്റ്റിൻ്റെ മുന്നോടിയായി കായിക മത്സരങ്ങളും തണൽ പുരയുടെ കൃഷി പഠന ക്ലാസ്സും ഒക്കെ നടന്നു കഴിഞ്ഞു. 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന തണൽ നാട്ടുചന്തയിലൂടെ അതിൻ്റെ ഉദ്ഘാടനത്തോടു കൂടിയാണ് തണൽ ഫെസ്റ്റിന് തുടക്കം കുറിക്കുന്നത്. പ്രമുഖ കാർഷിക രംഗത്തെ പ്രമുഖനായ KC അബൂബക്കർ ഹാജിയാണ് തണൽ നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്യുന്നത്. 1-ാമത്തെ ദിവസം നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ നഹാസ് മാളയാണ്. അതിനുശേഷം ഇശൽ പട്രുമാൽ അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റും മൊഞ്ചത്തി കോഴിക്കോട് അവതരിപ്പിക്കുന്ന വിവിധ ഒപ്പനകളും. പ്രമുഖ കർഷകൻ KC അബൂബക്കർ ഹാജി തണൽ ചന്ത ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം വ്യാഴാഴ്ച 6:30 ഡോക്ടർ നഹാസ് മാള നിർവഹിക്കും. സമാപന ദിവസമായ ശനിയാഴ്ച റസാഖ് പാലേരി, അബൂബക്കർ മടപ്പാട് എന്നിവർ മുഖ്യാതിഥികളാകും. തൃശൂർ ക്ലാസിക് വോയിസ് അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ ഫെസ്റ്റിന് സമാപനം കുറിക്കും. ഇത് സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ തണൽ പ്രസിഡന്റ് M അബ്ദുൽ ലത്തീഫ്, ജനറൽ കൺവീനർ AT അലി, PT നാസർ, ദിനേശ് വടമുക്ക് എന്നിവർ പങ്കെടുത്തു.